ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ഒരു പ്രസ്താവനയെ തുടർന്നുണ്ടായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ സർക്കുലറിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്തെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വന്നതിന് ശേഷം ജനങ്ങൾ ഇതിൻ്റെ പേരിൽ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇതിനൊരു പരിഹാരമായിട്ട് സ്വന്തമായിട്ട് വീടില്ലാത്ത അർഹരായവർക്ക് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടാലും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ പരിധിയിൽ ഉൾപ്പെട്ടാലും വീട് നിർമ്മാണത്തിന് ഇനി മുതൽ അനുമതി ലഭിക്കാൻ പോവുകയാണ്. നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയ ഒരു കാര്യം കൂടിയാണ്. 10 സെന്റ് വിസ്തൃതിയുള്ള ഒരു ഭൂമിയിൽ 1291.67 ചതുരശ്ര അടി അഥവാ സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു വീട് നിർമ്മിക്കുന്നതിനും അതുപോലെ 5 സെന്റ് വിസ്തൃതിയുള്ള ഭൂമിയിൽ 430.56 ചതുരശ്ര അടി അഥവാ സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടം നിർമ്മിക്കുന്നതിനും ഇനി മുതൽ ഭൂമി തരം മാറ്റ അനുമതിയൊന്നും വേണ്ട എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണിത്. പക്ഷെ ഇത്തരത്തിൽ നൽകുന്ന ആനുകൂല്യം ഒരു പ്രാവശ്യം മാത്രമേ ലഭിക്കുകയുള്ളൂ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇനിയും ഉദ്യോഗസ്ഥർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവുമെന്നും ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ തന്നെ ഒരു കാരണവശാലും ഇതിനു വേണ്ടി തരം മാറ്റ അനുമതി ലഭ്യമാക്കി കൊണ്ടുവരണമെന്ന് പറയാൻ നിർദ്ദേശിക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2008 മുമ്പ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെങ്കിൽ പോലും മറ്റൊരു സ്ഥലത്തും കരഭൂമി ഇല്ലാത്ത പക്ഷം പഞ്ചായത്തിലെ 10 സെൻറ്റും നഗരസഭയിലെ 5 സെൻറ്റും ഭൂമി നികത്തിയിട്ട് വീട് വെക്കാനുള്ള അനുമതി നൽകണമെന്ന് ഈ ഒരു റൂളിൽ വ്യവസ്ഥയുണ്ട്. വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമികളുടെ കേസിൽ റവന്യൂ രേഖകളിൽ നിലം എന്നത് മാറ്റി സ്വഭാവ വ്യതിയാനം വരുത്തി പുരയിടം എന്നാക്കി മാറ്റുന്നതിന് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കും സബ് കളക്ടർമാർക്കും അധികാരം നൽകിയിട്ടുണ്ട്. 11/2/2025 തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ 61/57/2025 എന്ന സർക്കുലറിലാണ് ഗവൺമെൻറ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമത്തിൻ്റെ നൂലാമാലയിൽപ്പെടുത്തി സാധാരണക്കാരുടെ വീട് എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാത്ത ആ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പുതിയ തീരുമാനം.